എല്ലാവർക്കും നമസ്തേ. ഇന്നലെ CJP നേതാക്കളുടെ പ്രസ്താവന കണ്ടു. അതായത് ദില്ലിയിൽ അക്രമം നടത്തി അഴിഞ്ഞാടിയവർക്ക് നേരെ, പൊതുമുതൽ നശിപ്പിച്ചവർക്ക് നേരെ പോലീസ് എടുത്ത കേസുകൾ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും തെരുവിൽ ഇറങ്ങുമത്രേ. ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇവർ ഈ അക്രമം മുൻകൂട്ടി തന്നെ തീരുമാനിച്ചതാണ്. അവരുടെ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആയിരുന്നില്ല, അല്ലെങ്കിൽ പരീക്ഷാ പേപ്പർ ചോർച്ച, നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച ആയിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. രാജ്യം ഒന്നടങ്കം കലാപം നടത്തി അതിനെ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവർക്കിതിന് വിദേശ ഫണ്ടിങ്ങും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ലണ്ടനിൽ CJPക്ക് അനുകൂലമായി നടന്ന പ്രക്ഷോഭവും അതിനകത്തിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ തുംബർഗ് പങ്കെടുത്തതും നമ്മൾ കാണുകയുണ്ടായി. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ചോദ്യപേപ്പർ ചോർന്നത് എവിടെ നിന്നാണ്? കോൺഗ്രസ് ഭരിക്കുന്ന ജാർഖണ്ഡിൽ നിന്ന്. എന്തുകൊണ്ട് ഇവർ അവിടുത്തെ സർക്കാരിനെതിരെയോ അവിടുത്തെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും എതിരെയോ സമരം നടത്താൻ തയ്യാറാകാതെ ഇതിനെതിരെ ശക്തമായ നടപടിയെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അവർ സമരം ചെയ്തത്? ഇതെല്ലാം നമ്മൾക്ക് നൽകുന്നത് വ്യക്തമായ സൂചനകളാണ്. സാഹചര്യം വസ്തുത ഇതായിരിക്കെയാണ് ഇപ്പോൾ അക്രമികൾക്കെതിരെ പോലീസ് എടുത്ത നടപടികൾ പിൻവലിക്കണമെന്നും അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവർ തെരുവിൽ ഇറങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ സമരം നടത്തിയതിൽ കുറേ പേർ വിദ്യാർത്ഥികളുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറക്കിയതാണെന്നും നമ്മൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ മറവിൽ കോടികൾ പിരിക്കുകയും ഈ സെലിബ്രിറ്റീസിന് പ്രതിഫലം കൊടുത്തു കൊണ്ടുവന്ന് ഇവർക്ക് അനുകൂലമായി സംസാരിപ്പിക്കുകയും ചെയ്തിട്ട് കോടികൾ സമ്പാദിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ കലാപം നടത്തുകയായിരുന്നു. കോടികൾ സമ്പാദിച്ചത് തന്നെ ഇന്ത്യയിൽ കലാപം നടത്തി ഈ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഏജൻസികളിൽ നിന്നും ധനം വാങ്ങിക്കൊണ്ടാണ് ഇവർ അക്രമത്തിനിറങ്ങിയത്. അതും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ നടത്തിയ അക്രമങ്ങൾക്കെതിരെ കേസെടുക്കരുത് എന്ന് പറയാൻ കപിൽ സിബലിനെ പോലുള്ളവർ തന്നെയാണ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അയാൾ പറയുന്നു ഇന്ത്യയിൽ എവിടെയും നിയമസഹായം നൽകാൻ അയാൾ തയ്യാറാണെന്ന്. അയാളെക്കുറിച്ച് നമുക്ക് ശരിക്കറിയാവുന്നതാണ്. ഈ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അയാൾ സമാജ്വാദി പാർട്ടിയിൽ കൂടി MP ആയിരിക്കുന്ന ആളുമാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സമാജ്വാദി പാർട്ടിയിലേക്ക് മാറി അവിടെ നിന്ന് സീറ്റ് തരപ്പെടുത്തി MP ആയ ആളാണ്. അയാളും ഇവരോടൊപ്പം കൂടിക്കൊണ്ടാണ് ഈ അക്രമികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമം ആര് നടത്തിയാലും അക്രമമല്ലേ? വിദ്യാർത്ഥികളുടെ മറവിൽ CJP അക്രമം നടത്തിയാൽ അക്രമമല്ലാതാകുമോ? അവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടെ രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടാകുമോ? ഇല്ല. തീർച്ചയായിട്ടും ഈ അക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ തന്നെ നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകണം. കൽക്കത്തയിൽ സമരം നടത്തി ഇവരെ അറസ്റ്റ് ചെയ്തു. അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നും പറഞ്ഞാണ് ഇപ്പം ഒരു CJPയുടെ ഒരു പ്രതിഷേധം. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അക്രമം നടത്തിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ?
പ്രധാനമന്ത്രിയെ തെറിയാഭിഷേകം നടത്തുകയും കലാപം നടത്താൻ ശ്രമിക്കുകയും ചെയ്താൽ അവർക്കെതിരെ നടപടിയെടുക്കണ്ടേ? ബംഗ്ലാദേശികളായിട്ടുള്ള നിരവധി പേരെയാണ് തൃണമൂലും CPM-ഉം ബംഗാളിൽ കൊണ്ട് കുടിയിരുത്തിയത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും ബംഗാൾ സർക്കാർ ശ്രമിക്കുമ്പോൾ ഇവർക്ക് സഹിക്കാത്തതുകൊണ്ട് ആ വിരോധം കൂടെ തീർക്കാൻ വേണ്ടിയാണ് അവർ ഈ കലാപത്തിൻ്റെ പേരിൽ രംഗത്തിറങ്ങിയതും അക്രമം നടത്തിയതും. അവർക്കെതിരെ നടപടിയെടുക്കണ്ടേ? തീർച്ചയായിട്ടും ഇത്തരക്കാർക്കെതിരെ എല്ലാം നടപടി എടുക്കണം. പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ് ചില പിള്ളേരെ കണ്ടു, പെൺകുട്ടികൾ ഉൾപ്പെടെ. ഇതുങ്ങൾക്കെതിരെ എല്ലാം നടപടിയെടുക്കേണ്ടതാണ്. ചില ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ കേരളത്തിലും ഇതേ രീതിയിൽ പ്രതികരിച്ച് അവർക്കെതിരെ നടപടിയെടുക്കണം. ഇപ്പം TG മോഹൻദാസിൻ്റെ എന്തോ ഒരു പ്രസ്താവനയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. ഈ AISF-ൻ്റെ നേതാവ് പരാതി കൊടുത്തു. അതിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയുള്ളപ്പോൾ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞവർക്കെതിരെ നടപടിയെടുക്കാം. പിണറായി പറയുന്നുണ്ട് സമാധാനപരമായി എന്ന് പറയുന്നില്ല, അവിടെ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി എടുക്കാൻ പാടില്ല എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട്. പിണറായി വിജയൻ അതേ പറയാൻ കഴിയുള്ളൂ. കാരണം ഈ 10 വർഷം ഭരണത്തിലിരുന്ന് ഈ സംസ്ഥാനത്തെ കൊള്ളയടിച്ച് മകളുടെ പേരിൽ വ്യാജ കമ്പനി ഉണ്ടാക്കി ഈ കോടികൾ കട്ടതിനെതിരെ അന്വേഷണം വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത ആളാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നതിൽ നമ്മൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെ അതാണ്, അക്രമമാണ്. അങ്ങനെ ഉള്ളവർ പറയുന്നത് കേട്ടിട്ട് കേന്ദ്ര സർക്കാർ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. ഇവർ അവിടെ ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ എന്താണ് കാണിച്ചത്? അടിച്ചോടിക്കുകയല്ലായിരുന്നു ചെയ്തത്. അവർ വളരെ നിഷ്ഠുരമായി ആക്രമിക്കുകയല്ലേ ചെയ്തത്. സമരക്കാരുടെ മറവിൽ വനിതകളായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ അവരെ വിവസ്ത്രയാക്കി വിടാൻ വരെ ആഹ്വാനം ചെയ്യുകയും അതിന് ശ്രമിക്കുകയും ചെയ്ത് വനിതാ അക്രമികൾ വരെ ഉണ്ടായിരുന്നു ഈ CJP സമരത്തിൽ. അതിൽ പ്രമുഖയായിട്ടുള്ളവളോടൊപ്പം നിന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവർക്കെതിരെ ഒന്നും നടപടി വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പോലീസുകാർക്കെതിരെ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണെന്ന് നമ്മൾ ചിന്തിക്കുക. അക്രമം നടത്തുന്നതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ്, സമൂഹത്തെ അക്രമികളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് പോലീസുകാരുടെ കർത്തവ്യം. അതിനായി രാജ്യത്തെ രക്ഷിക്കാൻ, അല്ലെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിലയുറപ്പിച്ച പോലീസുകാരെ ഓടിച്ചിട്ട് തല്ലുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമല്ലേ പോലീസുകാർ തന്നെ നടപടികൾ സ്വീകരിച്ചത്? പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താൻ ആർക്കാണ് അവകാശമുള്ളത്? ഈ അക്രമികൾക്ക് അവകാശമുണ്ടോ? പ്രതിഷേധിക്കാം, പക്ഷേ അത് അതിര് വിട്ടു കഴിഞ്ഞാൽ, അക്രമം നടത്താൻ വേണ്ടി ശ്രമിച്ചാൽ അവർക്കെതിരെ പോലീസ് ശക്തമായ നടപടിയെടുക്കണം. പോലീസുകാർ മനുഷ്യരല്ലേ? പോലീസുകാരെ ഓടിച്ചിട്ട് അക്രമികൾ തല്ലുന്നത് നമ്മൾ കണ്ടാണ്. ക്രൂരമായി മർദ്ദിക്കുന്ന 183 പോലീസുകാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. തീരെ സഹി കെട്ടപ്പോഴാണ് പോലീസുകാർ തിരിച്ച്, അതും ബാരിക്കേഡിന് അപ്പുറത്ത് കടന്ന് പാർലമെൻറ്റിൽ അക്രമം കാണിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ പോലീസ് നടപടിയെടുത്തു. അതിലെന്താണ് തെറ്റ്? അക്രമികളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് പോലീസിൻ്റെ കടമയും കർത്തവ്യവും. അതവർ പാലിച്ചു. അതും വളരെയേറെ സഹിച്ചതിന് ശേഷം, സംയമനം പാലിച്ചതിന് ശേഷമാണ് പോലീസ് നടപടിയിലേക്ക് നീങ്ങിയത്. അവർക്കെതിരെയാണോ നടപടിയെടുക്കേണ്ടത്? അല്ല. അവർക്കെതിരെ നടപടിയെടുക്കേണ്ട ആവശ്യമില്ല. പോലീസിനെതിരെ നടപടിയെടുത്താൽ ഭാവിയിൽ ഇതേപോലെ സംഭവിക്കുന്ന അക്രമങ്ങൾ ഉണ്ടായാൽ പോലീസ് നിഷ്ക്രിയരാകും എന്നുള്ളതിന്
യാതൊരു വിധമായ സംശയവും ഇല്ല. കാരണം പോലീസുകാർ തന്നെ ചിന്തിക്കും, ഞങ്ങളെന്തിന് വെറുതെ ഈ ഏടാകൂടം വലിച്ച് തലയിൽ വയ്ക്കുന്നു. നടപടിയെടുത്താൽ തങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിഷ്ക്രിയരായി നിൽക്കുക, അവരെന്തും കാണിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതി പോലീസിലുണ്ടായാൽ, സേനയ്ക്കുള്ളിലുണ്ടായാൽ എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ ഗതി എന്ന് നമ്മൾ ചിന്തിക്കുക. അതാണ് ഡൽഹിയിൽ സംഭവിച്ചതും പോലീസ് നടപടിയെടുത്തതും. ആ പോലീസ് നടപടിയെ നമ്മൾ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ഇത് വിദ്യാർത്ഥി സമരമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ അവർക്ക് അതിൽ പരാജയപ്പെട്ടു. അവർ പ്രതീക്ഷിച്ചിരുന്ന അവസരം അവർക്ക് ലഭിച്ചില്ല. അവർ ഉദ്ദേശിച്ചത് ഇത് ദിവസങ്ങളോളം നീണ്ടു നിന്ന് വൻ അക്രമത്തിലേക്ക് രാജ്യത്തെ വലിച്ചിഴക്കുക എന്നുള്ളതായിരുന്നു. ഇത് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി സ്വീകരിക്കുകയും പകരം ചുമതല അടുത്ത മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു, പ്രഹ്ലാദ് ജോഷിക്ക്. ഇപ്പം ഇവർ പറയുന്നത് എന്താണ്? ഈ സമരം ഇനി ഇവിടെ തീരുകയില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇവർ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് പ്രധാൻ രാജിവെക്കുമെന്നും ഇവർക്ക് സമരം നിർത്തേണ്ടി വരുമെന്നും. സമരം നിർത്തിയത് കൊണ്ട് നിരാശരായിട്ടുള്ള ഈ കൂറകളുടെ നേതാക്കളും പ്രതിപക്ഷവും മറ്റ് രീതിയിലുള്ള അക്രമങ്ങൾക്കാണ് ഇനി കോപ്പ് കൂട്ടുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. പാർലമെൻറ്റിൽ തന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു കാര്യങ്ങൾ നടക്കരുത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. അതിനവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ള ഒരു നടപടികളും പാർലമെൻറ്റിൽ കൂടി ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു പ്രവർത്തനമാണ് പ്രതിപക്ഷം പാർലമെൻറ്റിനകത്ത് നടത്തുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ ഇതിന് എതിരാണ്. ആ ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലാകരുത് ഈ അക്രമികൾക്കെതിരെ എടുക്കുന്ന നടപടികൾ നിർത്തിവെച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി സഹായിക്കുക. നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.